ഇത് നമുക്ക് 740 കൊടുക്കാം. ഏതൊക്കെ മോഡൽ ഇറങ്ങിയാലും കറക്റ്റാന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? 945 നെറ്റ് കൊടുക്കാം. അടിപൊളി. ഫുൾ ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ. അതെ അതെ. ഇത് നമുക്ക് 580 ഫുൾ ലോൺ കൊടുക്കാം. 21 വിലക്ക് കൊടുക്കണം. 21 വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് 580 ഫുൾ ലോൺ കൊടുക്കാം. അടിപൊളി. 580 21 ഡീസൽ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല, ക്വാളിറ്റി വണ്ടി. നമ്മുടെ റീഡ്രൈവിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെയുള്ള വാഹനങ്ങളുടെയൊക്കെ ഒരു ക്വാളിറ്റിയും വിലക്കുറവും നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എന്നൊരു സ്ഥാപനമാണ് ശരിക്കും നമ്മുടെ റീഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മുടെ ഹസൻ ഖാൻ്റെ ഷോറൂമായിരുന്നു. പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ പണ്ടത്തെ അല്ലമിൻ യൂസ്ഡ് കാർസ് ആണ് ശരിക്കും ഇപ്പോൾ റീഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു റീബ്രാൻഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് ഷോറൂമൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു വാഹനം, ഒരു കാറ് വാങ്ങിക്കുക എന്നുള്ളൊരു ആഗ്രഹം എന്താ പറയുക സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ടാണ് നിലവിൽ ഇവരിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം ഏത് വണ്ടി നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിന് ഈ പറഞ്ഞ പോലെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ പുതിയ മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ മാക്സിമം അതിനകത്ത് എല്ലാത്തിലും തന്നെ ഈ പറഞ്ഞ പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധൈര്യമായിട്ട് എടുക്കാം. ഇനി എന്തൊക്കെയാണെന്ന് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്നതോ ഇവർ പറയുന്നതോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വരിക, നിങ്ങൾ വന്നിട്ട് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി അങ്ങേ അറ്റം ചെക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെക്ക് ചെയ്യുക. എല്ലാം യൂസ്ഡ് കാറുകളാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് അത് കാണുക. പിന്നെ കിലോമീറ്ററൊക്കെ കുറച്ച് കൂടുതൽ ഓടിയ വണ്ടിയാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യുക. ഷോറൂമിൽ കൊണ്ടുപോയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു എപ്പിസോഡിൽ ഈ നിരന്ന് കിടക്കുന്ന മുഴുവൻ വണ്ടികളും കാണിച്ചു തരാൻ. കുറച്ച് SUV വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ മാക്സിമം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ മാക്സിമം ഷെയർ ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹസൻ കാപ്പ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ച് വലിയ വണ്ടികളും കുറച്ച് ചെറിയ വണ്ടികളും മിക്സ് ചെയ്താൽ കാണിക്കാം അല്ലേ? മിക്സ് ചെയ്ത് കാണിക്കാം. വില കുറയ്ക്കില്ല നിങ്ങൾ? മാക്സിമം കുറച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കലുള്ളൂ. എങ്കിലും നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ക്രെറ്റയാണ്. ക്രെറ്റ 2019 മോഡൽ ക്രെറ്റ 1.4 ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഫാൻസി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ E+ ആയിരിക്കും അല്ലേ? E+ 1.4 അതേ വരുള്ളൂ. അത് മാത്രമല്ല 19 ആയതുകൊണ്ട് ന്യൂ ഷേപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഡീസലാണ്. ഓടിയത് എത്രയാ? ഓടിയത് 1,12,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ. റീപ്ലേസും കാര്യങ്ങളൊന്നും. ശരി, എന്തൊക്കെ വില? ഇത് നമുക്ക് 740 കൊടുക്കാം. ഏതൊക്കെ മോഡൽ ഇറങ്ങിയാലും കറക്റ്റാന്ന് പറഞ്ഞാൽ ഇതാണ്. 2019 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 740 ഡീസൽ വണ്ടി. 19 വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ ഹെക്ടർ ഇത് 2019 ഡീസലാണ്. ഷാർപ്പ് മാനുവൽ. ഓക്കെ, ഷാർപ്പ് ഡീസൽ മാനുവലല്ലേ ഉള്ളൂ. 5 സീറ്റർ കേട്ടോ. 5 സീറ്റർ ആണ്. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 78,000 കറക്റ്റ് ജെന്യൂൻ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. 22 ലക്ഷം റുപ്യ ഇറങ്ങിയപ്പോൾ വിലയുണ്ട്. നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 940 കൊടുക്കാം. 940 2020 അല്ല 19 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്റർ. 78 കറക്റ്റ് സർവീസിലുണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലേ? വണ്ടി പോകുന്നോണ്ടേ ചിലപ്പോൾ കേൾക്കില്ല. പിന്നെ ആലോചിക്കണം, 22 ലക്ഷം റുപ്യ 78,000 ഓടി മലപ്പുറം വണ്ടി. 945 നെറ്റ് കൊടുക്കാം. അടിപൊളി. ഫുൾ ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ. അതെ. അതുപോലെ തന്നെ വെന്യൂ ആണെങ്കിലോ? വെന്യൂ 2021 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് S ആയിരിക്കും അല്ലേ? S ആണ്. ഡീസൽ അല്ല, പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 30,000. അടിപൊളി. 21 വണ്ടി. പെട്രോള്. മാനുവൽ അല്ലേ? മാനുവൽ. എന്തൊക്കെ വില? ഇത് നമുക്ക് 580 ഫുൾ ലോൺ കൊടുക്കാം. 21 വിലക്ക് കൊടുക്കണം. 21 വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കും. 6.5 ലോണ്. 6 റുപ്യ എന്തായാലും ലോൺ കയറും. എല്ലാ ഫീച്ചേഴ്സും വരും. ഡീഫോക്കർ അടക്കം വരും. 580 കൊടുക്കാം. 21 റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി. അടിപൊളി. അത് നല്ല കിടിലൻ പ്രൈസ് ആട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പിന്നെ ഇതാണെങ്കിലോ? ഇത് 2013 ടൈറ്റാനിയം പ്ലസ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ മട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. ഡീസലാണ്. 6.5 കാര്യമൊക്കെ വരുന്ന വണ്ടി. കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ. നല്ല നീറ്റല്ലേ? നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ശരി, എന്താ വില? ഇത് നമുക്ക് 340 കൊടുക്കാം. 340 കൊടുക്കാം. 3 റുപ്യ വരെ ഫൈനാൻസും ചെയ്തു. അൾട്ടോന്റെ പൈസക്ക്. ടൈറ്റാനിയം പ്ലസ് ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2021 ഡീസലാ. 21 ഡീസൽ. സിംഗിൾ ഓണർഷിപ്പ്. കറക്റ്റ് പ്രോപ്പർ സർവീസിൽ വണ്ടി. XM ആയിരിക്കും അല്ലേ? XC ആണ്. ബേസ് മോഡലാ. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ട് പ്രൊജക്ടഡ് ലാമ്പ്, പവർ വിൻഡോ, എയർ ബാഗ്, ABS ഒക്കെ വരും. ഫുൾ ഓപ്ഷൻ ആയി. കിലോമീറ്റർ 1.10 ഓടി. കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 21 വണ്ടി. ഡീസൽ വണ്ടി. ഇത് നമുക്ക് 580 ഫുൾ ലോൺ കൊടുക്കാം. അടിപൊളി. 580 ഡീസൽ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല, ക്വാളിറ്റി വണ്ടി. ഈ പറഞ്ഞ വിലക്ക് ഇവിടെ അല്ലാണ്ട് വേറെ കിട്ടൂല. ഇതാണെങ്കിലോ? ഇത് 2017 ടൈറ്റാനിയം പ്ലസ്
പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു മൈലേജ് ഒരു 8-10 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം. നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാം. ഓടിക്കാനും 6 എയർ ബാഗ് ഉണ്ടാവും അല്ലേ? എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. ടോപ്പ് എൻഡ്. ഇത് കിലോമീറ്റർ എത്ര? ഇത് കിലോമീറ്റർ 95,000 കിലോമീറ്റർ സർവീസിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വലിയ പ്രശ്നമില്ല. എന്തൊക്കെ വില? ഇത് നമുക്ക് 485 ഫുള്ള് ലോണിൽ കൊടുക്കാം. 17 ഓട്ടോമാറ്റിക് വണ്ടി 485 കൊടുക്കാം. അടിപൊളി, നല്ല അടിപൊളി വണ്ടി കേട്ടോ. അതെ, ക്വാളിറ്റി വണ്ടി. എർട്ടിക 2015 VDI ഡീസലാണ്. 120 ഓടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ജെനുവിനാണ്. എന്തൊക്കെ വില? ഇത് നമുക്ക് 4,70,000 രൂപ കൊടുക്കാം. 2017 മോശമൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. കൊള്ളാട്ടോ. ഹെഡ്ലൈറ്റും കാര്യമൊക്കെ നമ്മൾ മതിയെ മാറ്റി വെച്ചാ. ഇതാണെങ്കിലോ? ഇത് 2013 പെട്രോളാ. 13 പെട്രോൾ. 7 സീറ്ററിലെ പെട്രോൾ. VXI. മോശമൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. നീറ്റ് വണ്ടിയാണ്. ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും മാറി ന്യൂ മോഡൽ ആക്കിയിട്ടുണ്ട്. ഓണത്തെ കാര്യമൊന്നും മാറിയില്ല. ഒരു അപാകതയില്ല. ശരി, എന്തൊക്കെ വില? ഇത് നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 3,40,000 പെട്രോൾ 13. അടിപൊളി. ഇനി അത് നമ്മുടെ KUV 2017 K2 പ്ലസ്. അതായത് ബേസ് ആണ്, ബേസ് മോഡലാണ്. പക്ഷേ എയർ ബാഗ് ABS വരും. K2 ഉണ്ട്. K2 കഴിഞ്ഞിട്ട് K2 പ്ലസ് ഉണ്ട്. പക്ഷെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. 6 സീറ്റർ ആണ്. 6 സീറ്റർ ആണ് വരുന്നത്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 74,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ. എന്തൊക്കെ വില? ഇത് നമുക്ക് 2,50,000 രൂപയ്ക്ക് ഫുള്ള് ലോൺ. 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു SUV. മോശമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇനി കുറച്ച് വാഗണറുകളുണ്ട്. വാഗണർ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 17 സിംഗിൾ ഓണർഷിപ്പ്. ശരി. കിലോമീറ്ററോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ 80 ഓടി അല്ലേ? 80 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ. എന്താ വില? ഇത് നമുക്ക് 3,45 കൊടുക്കാം. 17 വണ്ടിക്ക് 3,45. അതെ, മോശമൊന്നുമില്ല. ഒരു 3,15 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. അതെ. ഇതാണെങ്കിലോ? ഇത് 2017 ഓട്ടോമാറ്റിക് VXI പ്ലസ് ആണ്. VXI പ്ലസ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. എയർ ബാഗ് ABS കാര്യങ്ങളൊക്കെ വരും. അതെ. വണ്ടി അത്യാവശ്യം നീറ്റ്. ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയി. കിലോമീറ്ററോ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ ഓടി. എന്താ റീപ്ലേസും കാര്യങ്ങളും. ഇത് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. 2017 ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് ആലോചിക്കണം. ഈ ന്യൂ ഷേപ്പ് ആണെങ്കിലോ? ഇത് 22 വാഗണർ സിംഗിൾ ഓണർ 1 ലിറ്റർ. അതെ. അടിപൊളി. 60,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് കമ്പനി സർവീസിലുണ്ട്. മാനുവൽ അല്ലേ? മാനുവൽ. 1 ലിറ്റർ. വിലയോ? വില 4,95 കൊടുക്കുക. 2022 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ 22 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് സർവീസിലെ വണ്ടി. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഫാൻസി നമ്പർ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ പറയും. ഒന്നുമില്ല. അതെ. ഗ്യാരണ്ടി. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക്. ഓർഡർ ഉണ്ടല്ലോ. ഇത് 2015 സിംഗിൾ ഓണർഷിപ്പ്. മാനുവൽ. ഓക്കെ. ഇത് 340 VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ അപാകതയില്ല. 15 മോഡൽ വണ്ടി. അതെ. ഓക്കെ. നല്ല നീറ്റാണ്. VXI ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അടുത്ത ലേശം പൈസ മുടക്കിയ ഒരു സാധനമാണ്. പൈസ മുടക്കിയെന്ന് വെച്ചാൽ നല്ലൊരു വീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വീലും കാര്യമൊക്കെ ചെയ്ത വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 2018 ലാസ്റ്റ് മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. കുറച്ച് വലിയ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ടർ ഷാർട്ട് അടക്കം വരും. സീറ്റാണ് വേരിയന്റ്. സീറ്റ് അല്ലേ? അൽഫാന്റെ തൊട്ട് താഴെ വരും. തൊട്ട് താഴെ. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. ഗ്യാരണ്ടി കൊടുക്കും. ഓട്ടോമാറ്റിക്കലി AMT കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടി. അത്ര ഓടിയിട്ടുള്ളൂ. അതെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ശരി. എന്താ വില? ഇത് നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 4,85 കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു റീപ്ലേസ്. വണ്ടി ഒന്ന് നീച്ചിക്കും. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് 2020 BS6 AC വണ്ടി. 20 AC. അടിപൊളി. ഇതില് പവർ സ്റ്റിയറിംഗ് വരില്ല. ബാക്കിയെല്ലാം ഒന്നുമില്ല. എല്ലാം വരും. എയർ ബാഗ് ABS പിന്നെ 20 ആയതുകൊണ്ട് വരും. അതെ. 20 മോഡൽ. AC ഉണ്ട്. 5 സീറ്റർ ആണ്. 20 മോഡൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഒരു അപാകതയില്ല. ശരി. വിലയോ? ഇത് നമുക്ക് 3,95 ഫുള്ള് ലോൺ കൊടുക്കാം. 20 വണ്ടി. 20 വണ്ടിക്ക് 3,95. അതെ. ഇല്ല, എയർപോർട്ടിലേക്ക് പറ്റും. 2020 കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു അപാകതയില്ല. ഇതോ? ഇത് 2017 RXZ. അന്നത്തെ ടോപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 17 മോഡൽ. അപ്പോൾ 110 ആണ് അല്ലേ? 110 ഓട്ടോമാറ്റിക് ഉണ്ടാവുള്ളൂ. അതെ. 110 ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡീസലാണ്. 4,45 രൂപ കൊടുക്കാം. എത്ര? 4,75. ഓട്ടോമാറ്റിക് വണ്ടി. 2017 കേരള വണ്ടിയാണ്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. അടിപൊളി. നല്ല വീലും കാര്യങ്ങളും പറയണ്ടല്ലോ. അതെ. എല്ലാം വരും. ഒരു സ്കോർപിയോ ഉണ്ടല്ലോ. സ്കോർപിയോ 2009 എംഹോക്ക്. 2009 നമ്മുടെ മറ്റേ ബൊലേറോയിലൊക്കെ വരുന്ന എംഹോക്ക് ഇഞ്ചാണ് വരിക. അതെ. 2009 ആണ്. 29 വരെ പേപ്പർ ഉണ്ട്. ഓട്ടോമാറ്റിക്കും ആണ്. അടിപൊളി. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ചെറിയ വില കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കും? 2,80,000 രൂപ കൊടുക്കാം. 2,80 ഓട്ടോമാറ്റിക്. 29 വരെ. കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? കംപ്ലൈന്റ് കുറവാ. മാന്യമായിട്ടൊക്കെ ഉപയോഗിച്ചാൽ. അതെ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതെ. ഇതും AMT വരിക. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3-4 വണ്ടി കൂടി കാണിച്ച് ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അതെ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2023 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്പർ ഇൻഷുറൻസ്. സ്റ്റെപ്പിന് ഭൂമി തട്ടിയില്ല. കറക്റ്റ് സർവീസിലെ വണ്ടി. ഒരു അപാകതയില്ല. ഗ്യാരണ്ടി കൊടുക്കാം. ശരി. എന്താ വില?
ഇത് നമുക്ക് 345 കൊടുക്കാം. 345. 23 വണ്ടി കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, റീപ്ലേസ് ഇല്ല, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി. അതെ അതെ. ഓക്കെ. അത് ഫുൾ ലോൺ കേട്ടോ. ഫുൾ ലോൺ 3 റുപ്യ എന്തായാലും ഫൈനാൻസ് കയറും. അതെ. അടുത്തത് ജാസ് ആണ്. ജാസ് 2016 ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് എസ് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ആണ്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതെ അതെ. കിലോമീറ്റർ 1.10 ഓടി. 1.10 ഓടി. സെക്കൻഡ് ഓണർഷിപ്പ്, നല്ല മൈലേജ് ഉള്ള നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടി. എന്താ വില? ഇത് നമുക്ക് 435 കൊടുക്കാം. 2016 435 കേരള വണ്ടി. മേജറും മൈനറും ഇല്ല. ഇതാണെങ്കിലോ? ഇത് 2016 SV. 16 SV. ഫുൾ ഓപ്ഷൻ അല്ല, SV മിഡിൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇതും ഡീസൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ഓടി. റീപ്ലേസും കാര്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. എന്താ വില? ഇത് നമുക്ക് 445 കൊടുക്കാം. 445. ഏകദേശം ഫുള്ള് ലോണും കയറും. ഈ പറഞ്ഞ പൈസ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം വന്നിട്ട് ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ വീഡിയോ പറയുന്നത്. അതെ. റിഡ്സ് ഉണ്ടല്ലോ. റിഡ്സ് 2014 വീഡിയോ 14 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്, ഡീസലാണ്. അതെ. ഇത് കിലോമീറ്റർ കിലോമീറ്റർ 1 സംതിങ് കൂടി കറക്റ്റ് സർവീസിലെ വണ്ടിയാണ്. അതെ അല്ലേ? നമുക്ക് എന്താ വില? ഇത് 335. 14 വണ്ടിക്ക് 335. ചെറിയ മാറ്റം പറ്റി കൊടുക്കുക. പാർട്ടി പാർക്കിംഗ് സെയിലിന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സിയാസ് ഉണ്ടല്ലോ. സിയാസ് 2022 ഫുൾ ഹൈബ്രിഡ് വണ്ടിയാണ്. അതായത് ഡീസൽ പെട്രോളോ? പെട്രോൾ ഹൈബ്രിഡ്. പെട്രോൾ അല്ലേ ഉള്ളൂ. അതെ അതെ. ഒരു 10-17 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിട്ടും. ഹൈബ്രിഡ് അല്ലേ? കിട്ടും അല്ലേ? 1 ലക്ഷം ഓടിയിട്ട് റീവണ്ടിയാണ്. അങ്ങോട്ട് നമ്പർ മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നോവേറ്റ് എക്സ്ചേഞ്ച് ചെയ്താ. അല്ല, ഡെൽറ്റയാണ്. ഡെൽറ്റ എല്ലാം വരും. വീലൊക്കെ ഉണ്ട് അല്ലേ? ലൈവിലും കാര്യമൊക്കെ വരും. കൊള്ളാട്ടോ, നല്ല നീറ്റാണ്. നീറ്റ് വണ്ടി. ഇത് റീ ആയതുകൊണ്ട് നിങ്ങൾ എത്ര രൂപ കൊടുക്കും? ഇത് നമുക്ക് റീ നമ്പറിൽ 6,50,000 കൊടുക്കും. 680. അതെ. ഇവിടുത്തെ വണ്ടി ആകുമ്പോൾ 7,000 രൂപ വിലയില്ലേ? വരും 22 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കൊണ്ടോട്ടിക്ക് നമ്പറായി. റീയാന്നോർത്ത് ഒരു കുഴപ്പമില്ല, ഉപയോഗിക്കാനാണെങ്കിൽ മാറ്റം ഉണ്ടാവും. 1.5 റുപ്യേന്റെ മാറ്റം, റുപ്യേന്റെ മാറ്റം ഉണ്ടാവും. അതെ. ഈ അൾട്ടോ കൂടി പറഞ്ഞാലോ? അൾട്ടോ 2012 ആണ്. LXi. 12 LXi. എന്താ വില? ഇത് നമുക്ക് 1.65 കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. സാധാ അൾട്ടോ ഉണ്ട് അവിടെ 1.20. ഇത് അൾട്ടോ 1.65 വരും. അതെ. അൾട്ടോ 800 1.65. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പോളോ ഉണ്ടല്ലോ. പോളോ 2015 സിംഗിൾ ഓണർഷിപ്പ് 1.5 ഡീസൽ. അടിപൊളി. 1.5 ആണ്, ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമുക്ക് പുതിയത് അടച്ചു കൊടുക്കാം. 340 ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം ആവശ്യക്കാർക്ക്. 340 അല്ലേ? അതെ. അപാകതയൊന്നുമില്ലോ അല്ലേ? ഒരു അപാകതയില്ല. കംപ്ലൈന്റും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക ഇഞ്ചക്ടറും കാര്യമൊക്കെ പക്കയാണ്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി സെലാരിയോ 2016 ZXi. അത്യാവശ്യം നീറ്റാണ്. അതെ. 70,000 കിലോമീറ്റർ ഓടി സർവീസിലെ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 16 ഓട്ടോമാറ്റിക് എന്തൊക്കെ വില? ഇത് 3.45 നെറ്റ് കൊടുക്കാം. 3.45. അതെ. എന്തെങ്കിലും കുറയൂലേ? ചെറിയ മാറ്റം. 3.65 അങ്ങോട്ട് ചോദിക്കണേ, 20 രൂപ കുറച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞത്. ഇനിയും ചെറിയ മാറ്റം എന്തെങ്കിലും ലോണും കയറും. 3.4 വരെ ലോൺ കയറും അല്ലേ? 70,000 ഓടിയിട്ടുള്ളൂ. നമ്മൾ ഈ കാണിച്ച വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അയച്ചു കൊടുക്കും. ഏത് വണ്ടിന്റെ അയച്ചു കൊടുക്കാം. നമ്മൾ വീഡിയോ ഒട്ടും ലാഗാവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. നല്ല അടിപൊളി ഒരുപാട് വണ്ടികൾ ഇതാ നിരന്ന് കിടക്കുന്നുണ്ട്. ഒരു 10-15 വണ്ടി കയറാനുണ്ട്. നമ്മളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം. അതെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും ചെയ്ത് കൊടുക്കും അല്ലേ? അതെ. അപ്പോൾ അതായത് നമ്മുടെ അസൻ ഖാന്റെ റീഡ്രൈവിലുള്ള വാഹനങ്ങളാണ് ഇത്രയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ലൊക്കേഷൻ പറഞ്ഞില്ല, ആദ്യം നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ വരുന്നത് നമ്മളതൊരു രാമനാട്ടുകര കാക്കഞ്ചേരിയാണ് പ്രോപ്പർ. അത് എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിൽ നിന്ന് കാക്കഞ്ചേരി എയർപോർട്ട് റോഡ്. യോഗം ഫുള്ള് എയർപോർട്ട് റോഡ് എന്നാ പറയാ. അപ്പുറത്തെ എയർപോർട്ട് റോഡ്, അപ്പുറത്തെ എയർപോർട്ട് റോഡ് ഒക്കെ എയർപോർട്ട് റോഡ്. ഇത് കാക്കഞ്ചേരി എയർപോർട്ട് റോഡ്. ഒന്നും വേണ്ട, റീഡ്രൈവ് നടത്തിയതിന് മിനിറ്റ് തോന്നുന്നു. അതെ. ലൊക്കേഷൻ വിട്ടു കൊടുക്കാം. ഹൈവേന്ന് 200 മീറ്റർ ഉള്ളൂ. അതെ. ഇതൊക്കെ പറഞ്ഞൊക്കെ ശരി. നിങ്ങൾ വില കുറച്ച് നല്ല മാക്സിമം വില കുറച്ചിട്ടപ്പോ പറഞ്ഞു. നിങ്ങൾ പല യാർഡിലും പോണ ആളല്ലേ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എല്ലാ യാർഡും നിങ്ങൾ തന്നെ പറയാം. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി വരിക, ചെക്ക് ചെയ്യുക. ഫ്ലഡ് ടോട്ടൽ ലോസ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ ഒരു അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്. പിന്നെ ചെറിയ മൈനർ ആക്സിഡന്റ് ഇപ്പൊ 2 വണ്ടി നമ്മളോട് പറഞ്ഞു. ഞാള് വന്നിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, റാമ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, ആളെ കൊടുന്ന് ചെക്ക് ചെയ്യാം, ഒക്കെ ഷോറൂമിൽ കൊണ്ടുപോയി എങ്ങനെ ചെയ്യാം. എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിലോമീറ്റർ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും